ഗായ്സ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കണം കേട്ടോ സംഭവം. നമ്മുടെ കോഴിക്കോടൻ ബസ്സുകൾ ചീറിപ്പായുന്ന കണ്ടോ നിങ്ങള്? യുവമാർക്ക് എപ്പം നോക്കിയാലും തിരക്കാണ്. റോട്ടിൽ ആരെ ഇടിച്ചിട്ടാലും യുവമാർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ യാത്ര കണ്ണൂർ ടു തലശ്ശേരിയാണ് കേട്ടോ. ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഇവിടെ. കാണിച്ചു തരാം. ഗായ്സ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കണം കേട്ടോ സംഭവം. ഈ കാണുന്നതായിരിക്കണം റോഡ്. ഒരു രക്ഷയില്ല നമുക്ക്. ഈ ഒരു റോഡിലൂടെ നമുക്ക് എത്ര വാഹനം ഓടിച്ചാലും നമുക്ക് ഒരു മടുപ്പും വരില്ല കേട്ടോ.
പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, ഈ ഒരു റോഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് അത്ര അലൗഡ് അല്ല. ഇവിടെ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാനൊന്നും പാടില്ല. വലിയ വലിയ വണ്ടികൾ ഒരുപാട് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ നമ്മളിവിടെ നിർത്തുന്ന സമയത്ത് നമുക്കിപ്പം പോലീസ് വന്നിട്ട് നമ്മളോട് വണ്ടി എടുക്കാൻ പറഞ്ഞൊരവസ്ഥ വരെയുണ്ട്. അപ്പോൾ ആരും ഫൈനൊന്നും വാങ്ങരുത്. ഇതുപോലുള്ള റോഡിൽ ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് അങ്ങനെ അനുവദീയമല്ല. അതുകൂടെ സൂക്ഷിച്ചിട്ട് വേണം. നമ്മളിപ്പോൾ ഇതുവഴി പാസ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഈ ഒരു വിഷ്വൽസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചും കൂടെ വന്നതാണ് കേട്ടോ. ഏതായാലും സംഭവം അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് തവണ ഈ റോഡിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പാലത്തിൻ്റെ, അതായത് ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഞാൻ ഇതുവരെ നിർത്തി ഞാൻ ഇതുപോലുള്ള ഒരു ആംബിയൻസ് ഞാൻ ആസ്വദിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും നല്ല അടിപൊളിയാണ്. ഈ പരിസരത്തൊക്കെ, അതായത് ഈ ഒരു പരിസരത്തൊക്കെ വീടുകൾ കാണുന്നുണ്ട്, പക്ഷേ ചുറ്റിലും പുഴയാണ് കേട്ടോ. അവരുടെ വഴി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവർക്ക് വേറെ വഴി ഉണ്ടായിരിക്കാം, അറിയില്ല. ഏതായാലും നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഹി ബൈപ്പാസ്, ഈ ഒരു പുതിയ റോഡ് വഴി, പുതിയ റോഡാണെങ്കിൽ ഇവിടെ അത് നിർത്തി ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് സമയം, ഒരുപാട് സമയം നിങ്ങൾ നിർത്തിയിടരുത്. ചിലപ്പോൾ ഫൈന് വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മൾ തലശ്ശേരി കൊടുവള്ളി റോഡിലോട്ടെത്തി. ഇവിടെ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളും, അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ജില്ലാ കോടതി ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു പരിസരത്ത് കുറച്ച് മുന്നോട്ടാണ് തലശ്ശേരി ജില്ലാ കോടതിയും വരുന്നത്. ഈ ഇടതുവശം കാണുന്നതാണ് നമ്മുടെ തലശ്ശേരി ജില്ലാ കോടതി. കോടതിയുടെ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ബിൽഡിംഗ് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇതിനോട് അടുത്ത് തന്നെ ആയിട്ടാണ് തലശ്ശേരി ഫയർഫോഴ്സിൻ്റെ ഒരു ഓഫീസും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മുടെ തലശ്ശേരി കോട്ടയും വരുന്നത്. നമ്മളിപ്പോൾ ഇതുവഴി നേരെ പോകുന്നത് തലശ്ശേരി മാർക്കറ്റിൻ്റെ റോഡിലേക്കാണ്. ഈ കാണുന്നതാണ് നമ്മുടെ തലശ്ശേരി മാർക്കറ്റിലോട്ട് പോകുന്ന വഴി. അത്യാവശ്യം റോഡൊക്കെ സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ മുന്നേ ഇവിടെ വലിയ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതുപോലുള്ള ലോറികൾ മാർക്കറ്റിലോട്ട് ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് വലിയ വണ്ടികളാണ് വന്നതെങ്കിൽ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്.
ഒരുത്തൻ കാണിച്ചൊരു ചെറ്റത്തരം നിങ്ങൾ കണ്ടോ? നല്ല സ്പീഡിലാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ കണ്ടിട്ട് പോലും അവൻ നടുവ് തന്നെ കയറ്റി അവൻ വെച്ചു. ഇൻ കേസ് നമുക്ക് ബ്രേക്ക് പിടിക്കാൻ നമുക്ക് ചവിട്ടിയിട്ട് കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ഈ വണ്ടിക്ക് കൊണ്ടുപോയി ഇടിക്കുന്ന ഒരവസ്ഥയാണ്. ഇവനെ പോലുള്ള പരമ ചെറ്റകളാണ് റോട്ടിൽ സത്യം പറഞ്ഞാൽ വഴിയിലെ പോകുന്ന അപകടം വിളിച്ച് റോട്ടിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. എന്നിട്ട് അവൻ ഒരു കൂസലും ഇല്ലാതെ നേരെ മുന്നോട്ട് പോയി വളരെ സ്ലോ ആക്കി. ഇൻഡിക്കേറ്റർ പോലും ചില സമയത്ത് അവൻ ഇടാറില്ല. അവൻ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ ഇൻഡിക്കേറ്ററൊന്നും ആ വണ്ടിയിൽ കാണുന്നുമില്ല. ഇവരെ പോലുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാഹനം, അതായത് ഒരു ജംഗ്ഷനിൽ നിന്ന് ഇവർ റോഡിലോട്ട് കയറുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നൊന്നും ഇവർക്ക് അറിയണ്ട. ഇവർ ടാക്സിയാണ്. ഇനി എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചാൽ തന്നെ ഇവർ യൂണിയനാണ്, തേങ്ങയാണ്, തേങ്ങാ പുണ്ണാക്കാണെന്നും പറഞ്ഞ് നമ്മുടെ മക്കട്ട് കയറാൻ വരും. ഇത് നമ്മുടെ തലശ്ശേരി കോഫി ഹൗസിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇവിടെയൊക്കെ ബേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ കയറണമെങ്കിൽ നമുക്കിവിടെ പാർക്കിംഗ്, അതായത് നിങ്ങൾക്ക് 2 വീലറൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. പക്ഷേ 4 വീലറോ അതിന് മേലോട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസരത്ത് നിന്ന് നിങ്ങൾ ഹോട്ടലുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ബസ്സുകാരൊക്കെ ഉണ്ടോ നിങ്ങൾ? ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വന്നിട്ട് ഇതുപോലെ ഇവിടെ മുന്നിൽ നമ്മൾ ചവിട്ടി നിർത്തും. റോഡിലുള്ള ബാക്കിയുള്ള വണ്ടികളുടെ അവകാശത്തിനെ നിഷേധിക്കുന്ന ടൈപ്പിലുള്ള ആൾക്കാരാണ് ഈ ബസ്സുകാർ എന്ന് പറഞ്ഞാൽ. ഇവനെയൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് കച്ചവട വാണിജ്യ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോഡ് എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ.